ഹലോ മക്കളെ, 8ാം ക്ലാസ് ഇതാ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേ അധികം ടെൻഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകും 7ാം ക്ലാസ്സിൽ നിന്ന് മാറി വന്നതിൻ്റെ അല്ലേ. പക്ഷേ പേടിക്കേണ്ട, ബയോളജിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് സെൽസ് ആണ്, അതായത് കോശങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളെ മുഴുവനായിട്ട് കാണാനും വലിയ വലിയ ജീവികളെ പറ്റി പഠിക്കാനും ഒക്കെ നമുക്ക് നമ്മുടെ കണ്ണ് മതി. പക്ഷേ ഈ ശരീരത്തിൻ്റെ ഒക്കെ ഉള്ളിൽ കിടക്കുന്ന കോശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സെല്ലുകളെ കുറിച്ച് പഠിക്കാൻ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ മതിയാവില്ല അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് തന്നെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് മൈക്രോസ്കോപ്പിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷൻ, അതായത് അവയുടെ ധർമ്മങ്ങളുമാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടറിയാം, നിങ്ങൾ പലപ്പോഴും ലാബിലൊക്കെ പോകുമ്പോഴായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ 8ാം ക്ലാസ്സിൽ എന്തുണ്ട്, നിങ്ങൾക്ക് പരീക്ഷണമൊക്കെ ചിലപ്പം ടീച്ചേഴ്സ് വന്ന് സ്കൂളിൽ നിന്ന് ചെയ്തു തരുന്നുണ്ടാകും. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ മൈക്രോസ്കോപ്പ് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ സ്ട്രക്ചർ, ഇതൊക്കെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഭാഗങ്ങളുണ്ട്. കാരണം നമ്മൾ ഒരു പ്ലാന്റിൻ്റെയോ എന്തെങ്കിലും ഒരു ടിഷ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനെ ചെറിയ ചെറിയ ഛേദങ്ങളാക്കി അല്ലെങ്കിൽ സെക്ഷൻസ് ആക്കിയിട്ടാണ് നമ്മൾ ഈ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെല്ലിനെ കുറിച്ച് പഠിക്കാം, അതിൻ്റെ ഉള്ളിലുള്ള മറ്റ് സെൽ ഓർഗനൽസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇനി എങ്ങനെയാണ് ഈ മൈക്രോസ്കോപ്പിൻ്റെ ഘടന എന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നതിന് മേലെ ആയിട്ട് നമ്മുടെ കണ്ണ് വെക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ, അതിനെയാണ് നമ്മൾ ഐ പീസ് എന്ന് പറയുന്നത്. അതായത് കണ്ണ് വെക്കുന്ന ആ ഒരു ട്യൂബുലാർ പാർട്ടിനെ. അപ്പോൾ അതൊരു ലെൻസ് തന്നെയാണ്, അതിലൂടെയാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഐ പീസിൻ്റെ തന്നെ താഴോട്ടായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു ബോഡി ട്യൂബ് കാണാം. ആ ബോഡി ട്യൂബിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് വരുന്നത്. ആ ഒബ്ജക്റ്റീവ് ലെൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ആ സ്ലൈഡിലുള്ള സെല്ലിനെ എത്രത്തോളം പവർ കൂട്ടിയും കുറച്ചും കാണാമെന്ന് നമ്മൾ പറ്റുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം എന്ത്, നമ്മുടെ ആമുണ്ട്. അതായത് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൈ കൊണ്ട് പിടിച്ചെടുക്കാനൊക്കെ ആയിട്ട് അതിനെന്തുകൊണ്ട് ഒരു കൈ പിടിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഒരു ആം എന്ന് പറയുന്ന ഭാഗം. പിന്നെ നിങ്ങൾ അതിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റേജും കാണാം, അവിടെ ക്ലിപ്പും കാണാം. ഈ സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്ലൈഡിൽ നമ്മൾ എടുത്തു വെച്ച സെക്ഷൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലിപ്പുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഭാഗം നിങ്ങൾ കണ്ടല്ലോ, ഐ പീസ് കണ്ടു, താഴെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, അതിൻ്റെ നേരെയായിട്ടാണ് ബോഡി ട്യൂബ്. അപ്പോൾ പലതരത്തിൽ ഇന്നത്തെ കാലത്ത് പല ടൈപ്പ് മൈക്രോസ്കോപ്പ് ഉണ്ട്. അപ്പോൾ ബോഡി ട്യൂബ് സ്ട്രെയിറ്റ് ആവാം, വളഞ്ഞിട്ടാവാം, അങ്ങനെ പല ടൈപ്പിലുണ്ട്. പിന്നെയാണ് നമ്മളിവിടെ കണ്ട സ്റ്റേജ് ഉണ്ട്, ക്ലിപ്പുണ്ട്, പിന്നെ ആം. ഇനി താഴേക്ക് വരുമ്പം നമുക്കറിയാം, മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ ഒബ്ജക്റ്റ് കാണുന്നത് എങ്ങനെയാണ്, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റിലേക്ക് വരുമ്പോഴാണ് അല്ലേ. അപ്പം താഴെ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഒരു മിറർ ഘടിപ്പിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ മിറർ എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റിലേക്ക് അതിനെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടില്ല, ഈ പറയുന്ന മിററിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് സ്റ്റേജിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം, ഒരു കണ്ടൻസർ കാണാം. ഈ കണ്ടൻസറാണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റായിട്ട് ആ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിനെ ഫോക്കസ് ചെയ്യാനും അതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു അവിടെ ഒരു ഡയഫ്രം ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കണ്ടൻസർ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈറ്റിനെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ലൈറ്റ് എന്ത് ചെയ്തു, ഒബ്ജക്റ്റിലേക്ക് എത്തി നല്ലോണം നമുക്കത് കാണാൻ പറ്റും. ഇനി മിസ് പറഞ്ഞത് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ സ്ട്രക്ചറാണ്. അതായത് ഒന്നിൽ കൂടുതൽ ലെൻസുകളുള്ള മൈക്രോസ്കോപ്പിനെയാണ് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ ഈ ഭാഗങ്ങൾ നിങ്ങളോട് അടയാളപ്പെടുത്താനൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതിന് താഴെയായിട്ട് നമ്മൾ സ്റ്റേജിൽ വെക്കാനൊക്കെ ആയിട്ടാണ് ഒരു ബേസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സെല്ല് നമ്മൾ മനസ്സിലാക്കുന്നത്, അതിൻ്റെ ഭാഗങ്ങൾ പഠിക്കുന്നത്, സെൽ ഓർഗനൈസ് ചെയ്തൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എന്ത് ചെയ്യുക, ഇതൊക്കെ ഓൾറെഡി വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് നമ്മുടെ ബാച്ചിൽ നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനിയും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ യോദ്ധ ബാച്ചിൽ നിങ്ങൾ വരിക. അവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും, നല്ല കൂളായിട്ട് പഠിക്കാം. അപ്പം ഇനിയും ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഇനിയും വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്, ബൈ.